ദൈവനാമത്വപ്പെടട്ടെ. എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ദിവ്യഗുണങ്ങളെ പറ്റിയിട്ട് തന്നെയാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഫസ്റ്റ് പോയിന്റ്, അതെ, സർവജ്ഞാനിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് പകലിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്ന സെക്കൻഡ് പോയിന്റ്, സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അരികിലേക്കും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അരികിലേക്കും ഒരുപോലെ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ഒരു ദൈവത്തെ പറ്റിയിട്ടാണ് സർവ്വവ്യാപി എന്ന് പറയുന്നത്. അതെ, ഈ ഭൂമണ്ഡലത്തിലുള്ള സകലരും ഒരുപോലെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ സമയം തന്നെ, സമയം തെറ്റാതെ അതേ സെയിം നിമിഷം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളതാകുന്നു സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതിനെയാണ് സർവ്വവ്യാപി എന്ന് പറയുന്നത്. ഒരുപോലെ, അതെ, ഒരേ സമയം പ്രത്യക്ഷപ്പെട്ട് അവരുടെ ജീവിതത്തിന്മേൽ വിടുതലിനെ കൽപ്പിച്ചാക്കുന്ന ദൈവത്തെ അത്രയേ സർവ്വവ്യാപി എന്ന് പറയുന്നത്. അതെ, മനുഷ്യന് പരിധികളുണ്ട്. ഒരു വ്യക്തിയുടെ അരികിലേക്ക് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ദൂതനാണെങ്കിലും ഒരേ സമയം രണ്ടുപേരുടെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കത്തില്ല. പക്ഷേ സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഒരേ സമയം ഈ ലോകത്തിലുള്ള സകല വ്യക്തികളുടെയും അരികിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കും. അതാണ് സർവ്വവ്യാപി. സെയിം ടൈം എവ്രിവെയർ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആ സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവനെ വിട്ട് നമ്മൾക്ക് എവിടെയും ഓടി ഒളിക്കുവാൻ സാധിക്കുന്നതല്ല. സങ്കീർത്തനം 139 7, 8 ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. അതെ, കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പരിശുദ്ധാത്മാവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വരച്ചു കാട്ടുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ നല്ലതും തീയതും അറിയുന്ന ദൈവം, നമ്മുടെ അകവും പുറവും നന്നായി അറിയുന്നത് മറ്റാരുമല്ല, സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവത്രേ. സദൃശവാക്യങ്ങൾ 15:3 ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, യഹോവയായ ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം. ഇന്ന് പകലിൽ ഏതെങ്കിലും മേഖലകളിന്മേൽ, പാപത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിന്മേൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ പുറത്തു വന്നാട്ടെ. സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രഹസ്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചില പാപങ്ങളായിരിക്കാം, പാപ സ്വഭാവങ്ങളായിരിക്കാം, ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൽ പെട്ടുപോയതായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ്, സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും പിന്തിരിഞ്ഞു വന്നാട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടത്രേ ഇന്ന് പകലിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് വാണിംഗ് നൽകുന്നു. ഇന്ന് പകലിൽ അതിൽ നിന്നും പുറത്തു വന്നാട്ടെ. സ്വർഗം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കി ഈ കൃപയിലേക്ക് കയറിയാട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ചെറിയ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെയും അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവ്വവ്യാപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെയും അവരെയും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, പാപത്തിൻ്റെ കുടുക്കിൽപ്പെട്ട് കർത്താവെ കരയേറാതെ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്ന് പകലിൽ കർത്താവരെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗം അവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ കണ്ടതിനായിട്ട് നന്ദി. സകല മാനുമത്വം കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.